കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക്. മധ്യകേരളത്തിൽ കോട്ടയം രാമപുരത്തു നിന്നും ഉഴവൂരിലേക്കുള്ള റോഡിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കോട്ടയം ജില്ലയിലെ രാമപുരത്തുള്ള നാലമ്പലങ്ങളിൽ രണ്ടാമത്തെ ദർശന ക്ഷേത്രമാണ് ഇത്. രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം ദർശനം പൂർത്തിയാക്കിയ ശേഷം രണ്ടാമതായി ഭക്തർ എത്തുന്ന ക്ഷേത്രമാണ് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. റോഡിൽ നിന്നും ധാരാളം പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ. ഞങ്ങൾ ദർശനത്തിന് എത്തിയ സമയം തീരെ തിരക്ക് കുറവ് ഉണ്ടായിരുന്ന സമയമായിരുന്നു. എങ്കിലും അത്യാവശ്യത്തിന് ആളുകൾ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുൻഭാഗത്തുള്ള വിശാലമായ നടപ്പന്തലിലേക്കാണ് ആദ്യം എത്തിച്ചേരുക. നടപ്പന്തലിനപ്പുറം കൊടിമരവും കടന്നു വേണം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. നാലമ്പല ദർശന ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനായി ക്ഷേത്രത്തിന് ചുറ്റുമായി പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതു മുഖേന ഭക്തർക്ക് കൃത്യമായി ദർശനം നടത്തി പോരാം എന്നുള്ളതും വളരെ ഒരു സുഖകരമായ അവസ്ഥയാണ്. ഞങ്ങളും ഈ ക്യൂവിൽ പ്രവേശിച്ചു. 4 കൈകളാലും അനുഗ്രഹം ചൊരിയുന്ന ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. പ്രധാന പ്രതിഷ്ഠയായ ശ്രീ ലക്ഷ്മണസ്വാമിക്ക് പുറമെ നാലമ്പലത്തിനകത്ത് ശ്രീ ദക്ഷിണാമൂർത്തി, ശ്രീ ഗണപതി തുടങ്ങിയ ദേവതകളും ഉണ്ട്. നാലമ്പലത്തിന് പുറത്തായി യക്ഷി, രക്ഷസ് തുടങ്ങിയ മൂർത്തികളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ സമീപത്തായി കീഴടമായി ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയുടെയും അയ്യപ്പസ്വാമിയുടെയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇവിടുത്തെ ദർശന ചൈതന്യത്തിൻ്റെ ശക്തി കൂട്ടുന്നു. കേരളത്തിലെ പ്രസിദ്ധമായ ബ്രാഹ്മണ കുടുംബമായ കാഞ്ഞിരപ്പള്ളി മനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രമെങ്കിലും ഇപ്പോൾ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് സാമുദായിക സംഘടനയായ NSS കരയോഗമാണ്. നാലമ്പലത്തിന് പുറത്തൂടെ പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചൂട്ടിലൂടെ ക്ഷേത്ര നാലമ്പലത്തിനുള്ളിലേക്ക്. സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശന സമയം രാവിലെ 5 മുതൽ 10 മണിവരെയും വൈകുന്നേരം 5:30 മുതൽ 7 വരെയുമാണ്. എന്നാൽ നാലമ്പല തീർത്ഥാടന കാലത്ത് രാവിലെ 5 മുതൽ 12 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമാണ് ദർശന സമയം. മണ്ഡലകാലത്തിൻ്റെ അവസാന ദിവസം പള്ളിവേട്ട വരുന്ന വിധത്തിലുള്ള 6 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ ഉള്ളത്. നാലമ്പല തീർത്ഥാടനത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമായതുകൊണ്ട് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് രാമായണ മാസത്തിൽ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ലക്ഷ്മണസ്വാമി ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള സ്വയംഭൂവായ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിന് തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിന് ശേഷമാണ്
അടുത്ത നാലമ്പല ദർശനത്തിലെ അടുത്ത ക്ഷേത്രമായ അമനകര ഭരതക്ഷേത്രത്തിലേക്ക് യാത്രയാവേണ്ടത്. ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ അടുത്ത നാലമ്പല ദർശന ക്ഷേത്രമായ അമനകര ഭരത ക്ഷേത്രത്തിലേക്ക്